നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും കൂട്ടരും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ വലിയ സമരം നടത്തി. രാഹുൽ ഗാന്ധി ഏതാനും ചില എംപിമാരോടൊപ്പം കൂടി കെ.സി. വേണുഗോപാലും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി പി.സി. വിഷ്ണുനാഥ് എന്ന് പറയുന്ന മന്ത്രി, വി.കെ. ശ്രീകണ്ഠൻ അടക്കമുള്ള എംപിമാർ ഇവരെയെല്ലാം കൂട്ടി. ഏതാണ്ട് 99ഓളം എംപിമാർ കോൺഗ്രസിലുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്നുള്ള ഏതാനും ചില സംഘങ്ങളെ മാത്രമാണ് രാഹുൽ ഗാന്ധി ഒപ്പം കൊണ്ട് നടക്കുന്നത്. അല്ലാതെ ഇത്തരം വൃത്തികേടുകൾക്കൊന്നും രാഹുൽ ഗാന്ധിക്ക് ഒപ്പം കൂടാൻ കോൺഗ്രസിലെ എല്ലാ എംപിമാരും തയ്യാറല്ല എന്നാണ് ഇപ്പോൾ ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം എംപിമാരെല്ലാം തലസ്ഥാനത്തുണ്ട്. ഇവരെല്ലാം പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ തലസ്ഥാനത്തുണ്ട്. തീർച്ചയായും കേരളത്തിലെ തിരക്കേറിയ ഷെഡ്യൂളുകൾ മാറ്റിവെച്ചുകൊണ്ട് ആ സമരത്തിനെത്തിയ മുഖ്യമന്ത്രിയോളം, കേരള മുഖ്യമന്ത്രിയോളം തിരക്കൊന്നും ഇവർക്കില്ല. ഇവർക്ക് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന സമരപരിപാടിയിൽ, പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടക്കുന്ന ധർണയിലൊക്കെ പങ്കെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ രാഹുൽ ഗാന്ധി കാണിച്ചു കൂട്ടുന്ന ഈ പറയുന്ന വൃത്തികേടുകൾക്കൊന്നും എല്ലാത്തിനും കൂട്ടു നിൽക്കാൻ ഞങ്ങളില്ല എന്ന പ്രഖ്യാപനമാണ് ഈ പരമാവധി എംപിമാർ നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ള, കെ.സി. വേണുഗോപാലിനെ പോലെയുള്ള ചില എംപിമാരും നേതാക്കന്മാരുമാണ് രാഹുൽ ഗാന്ധി എന്ത് ചെയ്താലും ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിക്കൊപ്പം നടക്കുന്നത്. അങ്ങനെയുള്ള ചിലരെയാണ്, ചില ആൾക്കൂട്ടമാണ് ഇന്നലെ രാഹുൽ ഗാന്ധിക്കൊപ്പം ഇന്നലെ തെരുവിൽ കണ്ടത്. എന്തായാലും രാഹുൽ ഗാന്ധി തെരുവിൽ വലിയ പെർഫോമൻസ് ഒക്കെ നടത്തി. ആദ്യം സർക്കാർ പ്രതിനിധി ആയിട്ട് കേന്ദ്രമന്ത്രി തന്നെ ചർച്ചയ്ക്കായി രംഗത്ത് വന്നു. അതൊരു അസാധാരണ സംഭവമാണ്. സത്യത്തിൽ രാഹുൽ ഗാന്ധിയൊക്കെ ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ കേന്ദ്രം അതിനെ അവഗണിക്കുകയാണ് പതിവ്. പക്ഷേ മന്ത്രിമാരടക്കമുള്ള ഉന്നത നേതാക്കൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഹൈ സെക്യൂരിറ്റി സോണിൽ ഇങ്ങനെ ഒരു സമരം നടത്തുമ്പോൾ, അപ്രതീക്ഷിതമായി ഒരു സമരം നടത്തുമ്പോൾ അതിനെ കണ്ടില്ല എന്ന് നടിക്കേണ്ട, അതിനൊരു മാന്യത കൊടുത്തേക്കാം എന്ന് സർക്കാർ വിചാരിച്ചു. അതിൻ്റെ ഭാഗമായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അവിടെ എത്തുന്നു. രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തുന്നു. രാഹുൽ ഗാന്ധി ആദ്യം പറഞ്ഞത് ഈ ചർച്ച പാർലമെൻറ്റിൽ ചർച്ച നടത്താൻ തയ്യാറാണ് എങ്കിൽ ഞങ്ങൾ സമരം നടത്താൻ തയ്യാറാണ് എന്നാണ്. ഇത് അവിടെ നിന്നും ജിതേന്ദ്ര സിംഗ് തിരിച്ചു പോകുന്നു. അമിത്ഷായെ കാണുന്നു. ഇക്കാര്യം അമിത്ഷായെ അറിയിക്കുന്നു. അമിത്ഷാ കൂടിയാലോചിച്ച ശേഷം ഓക്കെ, പാർലമെൻറ്റ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യാം എന്ന നിലപാടെടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ജിതേന്ദ്ര സിംഗ് വീണ്ടും എത്തി ആ തീരുമാനം അറിയിക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി പ്ലേറ്റ് മാറ്റുകയാണ്. രാഹുൽ ഗാന്ധി പിന്നീട് പറഞ്ഞത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ മാത്രമേ ഞങ്ങൾ എണീറ്റ് പോകൂ എന്നാണ്. എന്നാൽ പിന്നെ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് ജിതേന്ദ്ര സിംഗ് പോകുന്നു. തൊട്ടു പിന്നാലെ കോൺഗ്രസിൻ്റെ ഈ രാഹുൽ ഗാന്ധി അടക്കം തൂക്കിയെടുത്ത് പോലീസുകാർ അകത്തിടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ തെരുവിൽ വലിയ പെർഫോമൻസ് ഒക്കെ നടക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ വലിയ പൊട്ടിത്തെറി നടക്കുകയാണ്. സത്യത്തിൽ ഇന്ത്യ മുന്നണിയിലെ പൊട്ടിത്തെറി മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം നൽകിയിട്ടുണ്ടോ എന്നറിയില്ല. നിതീഷ് കുമാറും മറ്റുമൊക്കെ ഇന്ത്യ മുന്നണി വിട്ടുപോകുമ്പോൾ വലിയ കവറേജാണ് മാധ്യമങ്ങൾ അതിന് നൽകിയത്. അതൊരു വലിയ വാർത്തയായിരുന്നു. പക്ഷേ ഇന്ന് ഇന്ത്യ മുന്നണിയിൽ നിന്ന് പ്രധാനപ്പെട്ട പലരും കൊഴിഞ്ഞു പോകുമ്പോൾ അതൊരു വാർത്തയല്ലാതായി മാറിയിരിക്കുകയാണ്. DMK തമിഴ്നാട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിട്ടുപോയി. DMK എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ നട്ടല്ലായിരുന്നു. ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. വിട്ടുപോയി. മാത്രമല്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ ബഹുഭൂരിപക്ഷം MLA-മാരും MP-മാരും വിട്ടുപോയി. അവരെല്ലാം NDA പക്ഷത്ത് ആണ് ഇപ്പോഴുള്ളത്. ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ ബഹുഭൂരിപക്ഷം MP-മാരും വിട്ടുപോയി. ഇങ്ങനെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഒട്ടേറെ ജനപ്രതിനിധികൾ ഇന്ത്യ മുന്നണി വിട്ട് ഇപ്പോൾ NDA-യിൽ ചേർന്ന് കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതായത് കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അറിയാതെയാണ് രാഹുൽ ഗാന്ധി ഇത്തരം പ്രക്ഷോഭങ്ങളും ഷോകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഇന്ത്യ മുന്നണിക്ക് മറ്റൊരു തിരിച്ചടി നൽകിക്കൊണ്ട് ശരത് പവാറും ഇപ്പോൾ ഇന്ത്യ മുന്നണി വിടുന്നു എന്നതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നു. നേരത്തെ അങ്ങനെ ചില റൂമറുകൾ കേട്ടിരുന്നു. അത്തരം ചില ചർച്ചകളൊക്കെ ഉയർന്നു വന്നിരുന്നതാണ്. ഇപ്പോൾ അത്തരം ചർച്ചകൾ യാഥാർത്ഥ്യമാണോ എന്ന് സംശയം തോന്നിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് ഇന്ന് ദില്ലിയിൽ നടന്നിരിക്കുന്നത്. അതായത് ശരത് പവാർ തന്നെ സാക്ഷാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അതികായകനായ നേതാവ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഒരു പ്രതിപക്ഷ ബഹുമാനം കൊടുക്കുന്ന, വളരെയധികം ബഹുമാനിക്കുന്ന ഒരു നേതാവാണ് ശരത് പവാർ. അതേ ശരത് പവാർ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരിക്കുന്നു. പാർലമെൻറ്റിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വെച്ചിട്ടാണ് കൂടിക്കാഴ്ച. മകൾ സുപ്രിയ സുലെയും ശരത് പവാറിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അതായത് ശരത് പവാർ നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു. അതിന് പിന്നിൽ എന്തായിരുന്നു അജണ്ട? ശരത് പവാർ എന്ത് വിഷയവുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചത്? ഇതാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നടക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആ രാഷ്ട്രീയ നാടകങ്ങളിൽ ശിവസേന നേരത്തെ തന്നെ രണ്ടായി പിളർന്നിരുന്നു. അതിൽ ഉദ്ധവ് താക്കറെ വിഭാഗത്തിലുള്ള 9 MLA-മാരും ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഓപ്പറേഷനിൽ NDA പാളയത്തെത്തിയിരിക്കുന്നു.
പോയിരിക്കുന്നു. അവർ ഷിൻഡെ വിഭാഗത്തിൽ ചേർന്നു. ഈ ശരത് പവാറിൻ്റെ പാർട്ടിയായ നാഷണൽ കോൺഫറൻസും ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ നേരത്തെ പിളർന്നിരുന്നതാണ്. അജിത് പവാറിൻ്റെ നേതൃത്വത്തിൽ അവർ ഇന്ത്യയിലേക്ക് പോയി. ഇപ്പോൾ അജിത് പവാറിൻ്റെ പത്നിയാണ് ആ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത്. അവരോടൊപ്പം 9 MP-മാരാണ്, അതായത് 8 MP-മാരാണ് ഈ ശരത് പവാർ വിഭാഗത്തിന് ഉള്ളത്. NCP ശരത് പവാർ വിഭാഗത്തിന് ദേശീയ തലത്തിലുള്ളത്. ഇവരിൽ ഭൂരിഭാഗം MP-മാർക്കും ഭരണപക്ഷത്തോടൊപ്പം നിൽക്കണമെന്ന ആഗ്രഹമാണുള്ളത്. കാരണം അത്രമാത്രം വലിയ രാഷ്ട്രീയ മാറ്റം മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു. ആ മാറ്റമാണ് ഇപ്പോൾ ശരത് പവാർ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം MP-മാരും ഈ പറയുന്നത് പോലെ ശരത് പവാറിനെ കൊണ്ട് NDAയിൽ ചേർക്കാനുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദം നടത്തി വരികയായിരുന്നു. ശരത് പവാർ ഈ NDAയിലേക്ക് വന്നില്ല എങ്കിൽ ഈ 8 MP-മാരിൽ ചുരുങ്ങിയത് 7 പേരെങ്കിലും NDAയിലേക്ക് പോകുമെന്ന് ഉറപ്പായിരുന്നു. ആ ഘട്ടത്തിലാണ് ശരത് പവാർ ഇതിൽ ഇടപെടുന്നത്. NDAയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് നടത്തിയത് എന്നാണ് സൂചന. പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ്. പ്രധാനമന്ത്രി പാർലമെൻറ്റിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസിലാണ് ഈ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കൂടിക്കാഴ്ച നടന്നത്. ശരത് പവാറും നിതീഷ് കുമാറും MK സ്റ്റാലിനും ഒക്കെ ചേർന്നുണ്ടാക്കിയ ഒരു മുന്നണിയാണ് ഈ ഇന്ത്യ മുന്നണി. അതിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിൻ്റെയും ശരത് പവാറും അതുപോലെ തന്നെ DMKയും ഒക്കെ കൊഴിഞ്ഞു പോയിരിക്കുന്നു. ഇനിയിപ്പോൾ കോൺഗ്രസ് ബീഹാറിലെ തേജസ്വി യാദവ്, ഉത്തർപ്രദേശിലെ ശരത് യാദവ് എന്നിവരുമായി പോകേണ്ടി വരും ഇന്ത്യ മുന്നണിയിൽ എന്ന രീതിയിലുള്ള ഇതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ശരത് പവാർ പ്രധാനമന്ത്രിയെ കണ്ടിരിക്കുന്നു. നിർണായകമായ കൂടിക്കാഴ്ചയാണ്. 8 MP-മാരിൽ ചുരുങ്ങിയത് 7 MP-മാരെങ്കിലും NDAയ്ക്കൊപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഭരണമുന്നണിക്ക് വൻ മുന്നേറ്റമാണ് ഈ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്നത്. അതായത് നിർണായകമായ ബില്ലുകൾ വരും ദിവസങ്ങളിൽ ലോക്സഭയിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3/2 ഭൂരിപക്ഷം പോലും വേണ്ട നിയമനിർമ്മാണമാണ് നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ 8 NCP MP-മാർ NDAയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും വലിയൊരു രാഷ്ട്രീയ നീക്കമാണ്. പ്രധാനമന്ത്രി ആ രാഷ്ട്രീയ നീക്കത്തിൽ വിജയിക്കുമോ? വരും ദിവസങ്ങളിൽ തീർച്ചയായും NCPയുടെ വിശദീകരണം വരും എന്നാണ് പ്രതീക്ഷ.